പിന്നെ ലേറ്റ് നൈറ്റ് ഷൂട്ടൊക്കെ വരുമ്പോൾ നമ്മളുടെ അടുത്ത് അങ്ങനെ പ്രശ്നം പറയും, പോകണ്ട, എന്തിനാ രാവിലെ പോലെ പോയതല്ലേ, അങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ ഉണ്ട്. പാരന്റ്സ് അവര് ആദ്യമൊക്കെ അവർക്ക് ഇഷ്യൂ ഉണ്ടായി, പിന്നെ പോകെ അവർക്ക് മനസ്സിലായി ഇവനെ വേറെ പരിപാടിക്ക് കിട്ടത്തില്ല എന്നവർക്ക് മനസ്സിലായപ്പോ അവര് പിന്നെ അല്ലറ ചില്ലറ ബന്ധുക്കളൊക്കെ അവരിത് കാണണമെങ്കിൽ അവരെ തന്നെ ഉദ്ദേശിക്കണേ. അവരൊക്കെ മാമന്മാർക്ക് കുറച്ചും കൂടി ഇഷ്യൂ ഉണ്ടെങ്കിലും ന്യൂജൻ കുറച്ചും കൂടി നമുക്കൊരു വാല്യൂ ഉണ്ട്. നല്ല ബോണ്ടുള്ള ആൾക്കാരാണ്. എന്താണ് നിങ്ങളുടെ ഗ്യാങ്ങിന്റെ പേരെന്ന് അവൻ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു സിനിമ ക്രീന്ന് ഇട്ടിരിക്കുന്ന പേര് മാറ്റണം. നല്ല പേരാണല്ലോ, എന്തിനാ മാറ്റുന്നത്? അവൻ കേട്ടത് സിനിമ ക്രീഡ് എന്നായിരുന്നു. അങ്ങനെയാ നമ്മൾ ആ പേരിലേക്ക് വന്നത്. എന്റെ അച്ഛനാണ് ജോഷി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തേക്കണേ. ഇവളുടെ അച്ഛനായിട്ട് അഭിനയിച്ചേക്കുന്നത്. ക്രൂവിനെക്കാളും കൂടുതൽ കാസ്റ്റ് ആയിരുന്നു. ക്രൂ 4 പേരും 5 പേരും, കാസ്റ്റ് ഈ പറയുന്ന പോലെ 10-14 പേരുണ്ടായിരുന്നു. ഇപ്പം മഴക്കാലമാണല്ലോ, ശരിക്കും ഓർമ്മ വരുന്നത് ഞങ്ങളുടെ ഷൂട്ട് സമയം. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പ്രൊപ്പറേറ്റർ മഹേന്ദ്രൻ 86 എന്ന് പറയുന്ന വെബ് സീരീസിന്റെ ടീം മെമ്പേഴ്സാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. എല്ലാവരും ഒന്ന്. എൻ്റെ പേര് ശ്രീരാജ് എന്നാണ്. എൻ്റെ വീട് അത്താണിയാണ്. ഇതിൽ ഞാൻ ചെയ്ത റോള് ബാലു എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. അതായത് മെയിൻ ക്യാരക്ടറിൻ്റെ കൂട്ടുകാരനാണ്. എൻ്റെ പേര് ആൽസിന എന്നാണ്. ഞാൻ ഇതിൽ ചെയ്തിരിക്കുന്ന ക്യാരക്ടറിന്റെ പേര് ഹൻസിക. പുള്ളിക്കാരി ഒരു ഇങ്ങനെ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ പ്രകാശമൊക്കെ പരത്തി നടത്തുന്ന ഒരു അങ്ങനെ ഒരാളാണ്. റിയൽ ലൈഫിൽ ഞാനൊരു ഇംഗ്ലീഷ് ടീച്ചറാണ്. ഹായ്, എൻ്റെ പേര് അദ്വൈത്. ഞാൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടറിൻ്റെ പേര് സുധി. പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതും റൈറ്റ് ചെയ്തിരിക്കുന്നതും ഞാനാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അതാദ്യം പറഞ്ഞല്ലോ. ഹായ്, എൻ്റെ പേര് അതുൽ. ഞാൻ ഈ പടത്തിന്റെ ക്യാമറ ഹാൻഡിൽ ചെയ്തത്. അതെ. എൻ്റെ പേര് ഐസക്. ഞാൻ കണ്ടന്റ് റൈറ്ററാണ് പ്രൊഫഷൻ. പക്ഷേ ഈ വർക്കിൽ ഞാൻ ബിഹൈൻഡ് ദ സീൻസിൽ വർക്ക് ചെയ്തു. എൻ്റെ പേര് ഔഗൻ. ഞാനതിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. എൻ്റെ പേര് അജയ് എന്നാണ്. ഞാൻ ഇതിനകത്ത് ജോബി എന്ന് പറഞ്ഞുള്ള ഒരു ക്യാരക്ടർ ചെയ്തേക്കുന്നത്. അത്യാവശ്യം നെഗറ്റീവ് ഷെയ്ഡൊക്കെ ഉള്ളൊരു ക്യാരക്ടറാണ്. എന്താ ചെയ്യുന്നത് ശരിക്കും? ഞാൻ എഡിറ്ററാണ്. ജോബി എന്ത് ചെയ്യണേന്നും അയാളൊന്നും ചെയ്യണില്ല. നാട്ടിലെവിടെയൊക്കെ പോയി അലപ്പുണ്ടാക്കുക, അടി ഉണ്ടാക്കുക, തിരിച്ചു വരിക, അതൊക്കെ തന്നെ പരിപാടി. എല്ലാവരും ഈ പ്രൊപ്പറേറ്റർ മഹേന്ദ്രൻ എന്ന് പറയുന്ന വെബ് സീരീസിലോട്ട് എത്തിപ്പെട്ടത് എങ്ങനെയാണ്? അങ്ങനെ ഒരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവരും കൂടി ചേർന്ന് അങ്ങനെ ഒരു സംഭവം നടക്കും? ഞങ്ങൾ ബേസിക്കലി ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്ന വെച്ചാൽ ഇതുപോലത്തെ ഞങ്ങളുടെ പാഷൻ എന്ന് വെച്ചാൽ ഫിലിം ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതിനു മുമ്പ് ചെയ്ത ഫിലിം ഒരു 2-3 വർഷത്തോളമായി. പകർപ്പെന്നാണ് എൻ്റെ പേര്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ടീം ഫോം ചെയ്തു. ഞങ്ങൾ വെഡ്ഡിങ് വർക്ക്സ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. ചെറിയ അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് എടുത്തിട്ട് നമുക്ക് ഫിലിം ചെയ്യാം, ആ രീതിക്കായിരുന്നു പ്ലാൻ ചെയ്തത്. ഫണ്ടൊക്കെ കിട്ടി, എല്ലാം സ്വന്തമായിട്ട് എൻ്റെ ചെയ്തേക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ ഐഡിയ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ പകർപ്പില് എൻ്റെ അച്ഛൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം അച്ഛൻ പണ്ട് പോലെ ആക്ടിങ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ ജീവിതത്തിന്റെ ഒരു ഇതൊക്കെ കാരണം ലൈഫ് വേറെ രീതിക്ക് പോയത്. അപ്പം പകർപ്പില് അച്ഛൻ ഒരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല അപ്രീസിയേഷൻ കിട്ടി. അപ്പം ശരിക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അച്ഛൻ്റെ സന്തോഷം കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ വേറൊരു പ്രൊജക്ട് ചെയ്യണമെന്ന് തോന്നി. അപ്പം അച്ഛനെ ഒരു മെയിൻ ക്യാരക്ടറാക്കി വെച്ചിട്ട് ഒരു പടം ചെയ്യുക, അങ്ങനെയാണ് ഇത് പ്ലാൻ തുടങ്ങുന്നത്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട്, ഞാനും ആശിഷ് എന്ന് പറഞ്ഞ ഫ്രണ്ടുണ്ട്, പുള്ളി ഇപ്പോൾ പുറത്താണ്. ഞങ്ങൾ രണ്ടുമാണ് സ്റ്റോറി എഴുതി തുടങ്ങിയത്. അവിടെ നിന്നാണ് പ്രൊപ്പറേറ്ററിന്റെ ബിഗിനിങ്. ഇപ്പോൾ ഈ ഒരു പ്ലാനുമായിട്ട് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാര് സിനിമന്റെ പുറകെ നടക്കുമ്പോൾ എന്തായാലും പറയും വേറെ പണിയൊന്നും ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിച്ച പണിക്ക് പോയിക്കൂടെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടോ? അങ്ങനൊന്നുമില്ല. വീട്ടില് ഇവിടെ ഇറങ്ങി തിരിച്ചപ്പോൾ തന്നെ എല്ലാവരുടെ വീട്ടിലും സപ്പോർട്ടാണ്. അതൊരു എന്താ പറയാ, ആ ക്ലീശ ഞങ്ങൾ ബ്രേക്ക് ചെയ്ത് ജോലി ചെയ്യുന്നുണ്ട്. ഞങ്ങള് ഇതിൽ നിന്ന് ഇറക്കിക്കുന്ന ഫണ്ടൊക്കെ ഞങ്ങളുടെ തന്നെയാണ്. അപ്പൊ അവർക്കറിയാം നമ്മുടെ ഒരു എത്രത്തോളം ഇതിനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം അവർക്കറിയാവുന്നതുകൊണ്ട് എല്ലാവരുടെ വീട്ടിൽ നിന്നും കംപ്ലീറ്റ് സപ്പോർട്ടാണ്. ഇപ്പൊ ചോദിച്ചതിന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ സമൂഹത്തിന്റെ ചില കാഴ്ചപ്പാടുകളുടെ പ്രശ്നം ഉണ്ട് കേട്ടോ. ഇപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇടയ്ക്ക് പറയും, നീ ഒരു ടീച്ചറല്ലേ, നീ എന്തിനാ അഭിനയിക്കാൻ പോകുന്നത്? അങ്ങനെ ചേച്ചിയുടെ കൊച്ചൊക്കെ ചോദിച്ചു, മേമ ടീച്ചറല്ലേ, എന്തിനാ അഭിനയിക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞേ അഭിനയിക്കാൻ പാടില്ലേ. അപ്പൊ അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ. പിന്നെ ലേറ്റ് നൈറ്റ് ഷൂട്ടൊക്കെ വരുമ്പോൾ നമ്മളുടെ അടുത്ത് അങ്ങനെ പ്രശ്നം പറയും, പോകണ്ട, എന്തിനാ രാവിലെ പോലെ പോയതല്ലേ, അങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ ഉണ്ട്. ശ്രീരാജൻ എന്തെങ്കിലും പറയാൻ? എല്ലാ സിനിമാ സ്നേഹികൾക്കുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ നാട്ടുകാരുടെ വക. പിന്നെ വീട്ടുകാരായാലും പറയുമ്പോൾ പാരന്റ്സ് അവര് ആദ്യമൊക്കെ അവർക്ക് ഇഷ്യൂ ഉണ്ടായി,
പിന്നെ പോകെ അവർക്ക് മനസ്സിലായി ഇവനെ വേറെ പരിപാടിക്ക് കിട്ടത്തില്ല എന്നവർക്ക് മനസ്സിലായപ്പോൾ അവര് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഗൾഫിൽ വരെ പോയിട്ട് അവിടെ നിന്ന് എറിഞ്ഞ് ഓടി പോകുന്നത് ഇങ്ങോട്ടേക്ക്. കാര്യം നമുക്ക് മനസ്സ് തെറ്റാവേണ്ടതെന്ന് കരുതി വന്നതാ. പക്ഷെ ഇപ്പോഴും നാട്ടുകാര് പിന്നെ അല്ലറ ചില്ലറ ബന്ധുക്കളൊക്കെ അവരിത് കാണണമെങ്കിൽ അവരെ തന്നെ ഉദ്ദേശിക്കണേ. അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊട്ടുന്നുണ്ട്. അത് ഒബ്വിയസ് ആണ്. ഫ്രണ്ട്സ് എല്ലാരും കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, എന്റെ ഇതിൽ തന്നെ ചെയ്തതാ. അപ്പോൾ വീട്ടിലും അത്യാവശ്യം സപ്പോർട്ടായിരുന്നു. പിന്നെ എന്താ പറയാ, ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ മാറിപ്പോകും. ഞാനൊക്കെ വീട്ടിൽ ഇങ്ങനെ പരിപാടിക്ക് പോകുമ്പോൾ, കല്യാണം അങ്ങനത്തെ പരിപാടിക്ക് പോകുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ഇപ്പോൾ കാണും. ഇപ്പോൾ ഞാൻ ആദ്യം പോകുമ്പോൾ പറഞ്ഞു, നീ BA ഇംഗ്ലീഷ് അല്ലെങ്കിൽ ലിറ്ററേച്ചർ എടുത്ത എന്തിനാണ് നീ എന്താ മെഡിക്കൽ ഫീൽഡ് പോ, അല്ലെങ്കിൽ മറ്റേ ബേസിക് സാധനം ഉണ്ടല്ലോ അതിട്ട് നോക്കാൻ പാടില്ലേ, നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞുകൊണ്ടാണോ, അങ്ങനെയൊക്കെ ഉള്ളൊരു ഔട്ട്ലുക്ക് ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പം ഞാൻ പറയുമ്പോൾ ഈവൻ ഈ സിനിമയിൽ എനിക്ക് ജോബ് ഉള്ളതുകൊണ്ട് വലിയ ഇൻപുട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും പറയും, ഞാനിങ്ങനെ കല്യാണത്തിനൊക്കെ ചെല്ലുമ്പോൾ പറയും, അവൻ നടനാണ്. എൻ്റെ ആകെ 1-2 ഷോട്ടൊക്കെ ഉള്ളൂ ലാസ്റ്റ് ഫിലിമിൽ. ബട്ട് ഇങ്ങനെ പറയും, മോനിങ്ങനെ വലിയ മീഡിയ ഹൗസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഭയങ്കര പോസിറ്റീവ് സാധനം. പിന്നെ ചിലവർ ചോദിക്കും സ്ക്രിപ്റ്റൊക്കെ തന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ. അപ്പോൾ കുറച്ചുകൂടി പോസിറ്റീവായിട്ടുള്ളൊരു ഔട്ട്ലുക്ക് വന്നിട്ടുണ്ട്. ന്യൂ ജനറേഷൻ ആൾക്കാർക്ക് കുറച്ചും കൂടി റിസപ്റ്റീവാണ്. ഇപ്പം എന്താ പറയുക, അമ്മാവന്മാർക്ക് കുറച്ചും കൂടി ഇഷ്യൂ ഉണ്ടെങ്കിലും ന്യൂജൻ കുറച്ചും കൂടി നമുക്കൊരു വാല്യൂ ഉണ്ട്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഉത്തർപ്രദേശിലാണ്. അപ്പോൾ അവിടുന്ന് വെക്കേഷൻ വന്നപ്പോഴത്തേക്കും ആ ഒരു ഗ്യാപ്പിലാണ് പ്രൊപ്പറേറ്റർ ചെയ്യാനായിട്ട് ഇവരുടെ കൂടെ കൂടുന്നത്. അപ്പോൾ എല്ലാ ദിവസവും വെക്കേഷൻ ആകെ കുറച്ച് ദിവസമേ ഉള്ളൂ ലീവ്. അപ്പോൾ എല്ലാ ദിവസവും ഇവരുടെ കൂടെ ഇറങ്ങി പോകുമ്പോഴത്തേക്കും ആ വക കുറച്ച് സീനുകളൊക്കെ ഉണ്ടായിരുന്നു. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. വീട്ടിൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ അത് ചെയ്യുന്നത് ഒരു കുഴപ്പമില്ലാത്ത ഇതാണ്. അത്ര വലിയ സീനോ അങ്ങനെ കാര്യങ്ങളോ അധികം ഉണ്ടായിട്ടില്ല. എന്നാലും പുറത്തിറങ്ങാൻ നേരത്തെ ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട്, പരിപാടിയൊന്നും ഇല്ലേ, പിന്നെ ഇത് തന്നെ പരിപാടി, പിന്നെ എന്ത് പരിപാടി ചെയ്യണ, അത് കുഴപ്പമില്ലാതെ പോകുന്നു. ഈ ഇത്രയും പേരുടെ ഒരു ഗ്യാങ് എങ്ങനെയാണ് നിങ്ങളെല്ലാവരും കൂടി ഒരു സെറ്റ് ആവും, അല്ലെങ്കിൽ ഇങ്ങനെ പ്ലാൻ ചെയ്യാന്നൊക്കെ ഒരു ഇത് വന്നത് എങ്ങനെയാണ്? BPC ആണ്. ഞങ്ങൾ കോളേജിൽ ഒരുമിച്ചാണ് പഠിച്ചത്. ഞാനും അദ്വൈതും അൽസീനയും ഐസക്കും പിന്നെ ഔഗനും ഞങ്ങൾ കോളേജിൽ ഒരുമിച്ചായിരുന്നു. അപ്പം അന്ന് തൊട്ട് ആ ഒരു ബോണ്ടുണ്ട്. കോളേജ് കഴിഞ്ഞപ്പോഴാണേലും പിന്നീട് അദ്വൈതിൻ്റെ ഒപ്പം അതുലും ഞാനും കാണുന്നതാണ്. അതെ 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 നല്ല ബോണ്ടുള്ള ആൾക്കാരാണ്. കുഴപ്പമില്ല. പിന്നെ അതുലും ശ്രീരാജും അന്ന് മുതലേ സിനിമയോട്, കാരണം ക്യാമറ ഒക്കെ അവർക്ക് ഭയങ്കര താല്പര്യമുള്ളത് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. അതെ 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 കോളേജിന്റെ ബാക്കിലൊക്കെ ഇരുന്നിട്ട് കുറെ വീഡിയോസും സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ടിക്ടോക്ക് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് കുറെ വീഡിയോസ് ഒക്കെ അങ്ങനെ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. കോവിഡ് സമയത്താകുമ്പോൾ അതെ അതെ അന്ന് ഇവര് എല്ലാരും കൂടെ ഞമ്മള് ഷോർട്ട് ഫിലിം പിടിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പുച്ഛിച്ച്, പിന്നെ ഒരു ക്യാമറയും കൊണ്ട് ഇപ്പൊ ഷോർട്ട് ഫിലിം പിടിക്കാൻ പോവല്ലേ. ഞാൻ അന്ന് പറയുമ്പോൾ ഞാൻ PG ചെയ്ത് ലോജിസ്റ്റിക്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറെ നാൾ ഹൈദരാബാദ് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹത്തിലൊക്കെ കയറിപ്പോയി. എന്നിട്ട് അവിടെ പോയിട്ട് 2 ദിവസം നിന്നിട്ട് തിരിച്ചു വന്നു, കൊറോണ കാരണം. ഭയങ്കര കാര്യമായിട്ട് ഇവരോട് എല്ലാവരും യാത്ര പറഞ്ഞു പോയതാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. പെട്ടെന്ന് പോകുന്ന എന്തായാലും നന്നായി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചാളും ഫിനാൻസിൽ വർക്ക് ചെയ്തത്. ഫിനാൻസിൽ കുറച്ചാൾ വർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഔഗൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞേ, ഞങ്ങൾ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട്, ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. കൊള്ളാം, നല്ല കാര്യം, നീ വേണം ഡയറക്റ്റ് ചെയ്യണം. എന്നോട് ഞാനോ എനിക്കെന്ത് ചെയ്യാൻ, ഞാനിവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കുക. അപ്പോൾ അവിടെ നിന്ന് വരാനും പറ്റത്തില്ല. പിന്നെ ഇടയ്ക്ക് ലീവൊക്കെ ചോദിച്ച് ഞങ്ങൾ അങ്ങനെ ആദ്യമായിട്ട് ചെറുതായിട്ടൊരു ചെറിയൊരു സംഭവം, അങ്ങനെ വലിയ ഫണ്ടോ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഇടാതെ ചെറിയൊരു ഷോർട്ട് ഫിലിം ഞങ്ങൾ എടുത്തു. അതായിരുന്നു തുടക്കം. അന്ന് ഞങ്ങൾക്ക് സിനിമ ക്രീഡ് എന്നല്ലായിരുന്നു, സിനിമ ക്രീ എന്ന് പറഞ്ഞിട്ട് വേറെ അതെ അതെ. അങ്ങനെ അതിന്റെ ബേസിൽ കുറച്ച് വർക്കുകളൊക്കെ ചെയ്തു വന്നു. പിന്നെയാണ് പകർപ്പ് ഉണ്ടായത്. എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് അതില് ഒരു ജിംഗിള് പോലെ 8 ലൈൻസിന്റെ ഒരു പാട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പാട്ടും പാടും. അപ്പൊ അന്ന് അത് നീ വേണം പാടാൻ. അപ്പൊ അന്ന് നമ്മൾ ഈ ഫ്രണ്ട്സ് ആയിട്ട് തന്നെ ഗ്യാദർ ചെയ്ത് ഈ സാധനം എങ്ങനെയെങ്കിലും പുൾ ഓഫ് ചെയ്യാന്നുള്ള സംഭവമായിരുന്നു. അപ്പൊ അന്ന് എന്നോട് പറഞ്ഞു, അപ്പൊ ആ ഒരു പാട്ടുണ്ട്, അപ്പൊ നീ അത് പാടാൻ വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു പാട്ടുണ്ട്, എനിക്ക് അത് പാടണം എന്നും പറഞ്ഞ വീട്ടിൽ നിന്ന് അങ്ങനെ അത്ര താല്പര്യമില്ല. പക്ഷെ എല്ലാം റെഡിയായി ഷോർട്ട് ഫിലിം ആയ ലിങ്ക് അയച്ചു കൊടുക്കുമ്പോൾ എല്ലാവർക്കും അയച്ചു കൊടുക്കും. മോള് അഭിനയിച്ചതാ, മോള് പാടിയതാന്ന് പറഞ്ഞ് അയച്ചു കൊടുക്കുക. അതെന്താന്ന് എനിക്കറിയില്ല.
അപ്പൊ അന്ന് അങ്ങനെ പാടാൻ കയറി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ അതിൻ്റെ അകത്തേക്ക് പതുക്കെ എല്ലാത്തിലും തലയിടാൻ തുടങ്ങി. അങ്ങനെയാണ് പിന്നെ ആ ടീം സ്ഥിരമായിട്ട് ഇനിയും ചെയ്യണം എന്നുള്ള സാധനം. പിന്നെ എനിക്ക് തോന്നുന്നത് ഞങ്ങളെ എല്ലാവരെയും കൂടെ കണക്ട് ചെയ്യുന്ന ലിങ്ക് ഇവനാണ്. കാരണം ഞങ്ങൾ ആദ്യം ഡിഗ്രിക്ക് ഇവനോട് പഠിച്ചു. അത് കഴിഞ്ഞ് ഇവര് വീണ്ടും PG അല്ലായിരുന്നു, ഇവര് PG ഒന്നിച്ചാ ചെയ്തത്. ഞാനും അദ്വൈതും അതിലും ഞങ്ങൾ SH കോളേജിൽ തേവര, അവിടെ ഞങ്ങൾ MA സിനിമ ആൻഡ് ടെലിവിഷൻ ആയിരുന്നു. 2019 ബാച്ചായിരുന്നു. അപ്പം ഞങ്ങൾക്ക് കോളേജിൽ ഞങ്ങളുടെ ബാച്ച് തീരുമ്പോൾ അവിടെ അസൈൻമെന്റ് വെക്കണം. അപ്പം ആ ഒരു ഇതിലാണ് ഞങ്ങൾ ഷോർട്ട് ഫിലിം ചെയ്യണം. അപ്പം അന്ന് അദ്വൈത് പറഞ്ഞിരുന്നു അവന് ഇങ്ങനെ ഒരു ഗ്യാങ് ഉണ്ട്, തൃപ്പൂണിത്തുറ വയസ്സ് സിനിമ ക്രീഡ് എന്ന് പറഞ്ഞിട്ട്. നമുക്കൊരു കാര്യം, നമുക്ക് ഇങ്ങനെ ഒരു സാധനം പിടിക്കാം, കോളേജിൽ ജസ്റ്റ് ഒരു റഫ് കട്ട് വെക്കാം, പിന്നെ നമുക്ക് കുറച്ചും കൂടെ വിപുലീകരിച്ച് സാധനം സെറ്റാക്കി എടുക്കാം. അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ കോവിഡും കൂടെ വന്നപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടെ പണിയെടുക്കാനുള്ള ഒരു സമയം കിട്ടി. അങ്ങനെയാണ് അൾട്ടിമേറ്റ്ലി ഞങ്ങൾ ഇവരുടെ ജെല്ലാവുന്നതും ഞങ്ങളുടെ ആദ്യത്തെ വർക്ക് പകർപ്പ് ഉണ്ടാവുന്നതും. അതിലും തന്നെയാണ് സിനിമാറ്റോഗ്രഫി ഹാൻഡിൽ ചെയ്തത്. അന്ന് എനിക്ക് അത്ര വലിയ രീതിയിൽ ക്യാമറയും ലൈറ്റും അറിയില്ല, ഇപ്പോഴും അറിയില്ല. എനിക്കൊരു മേക്ക് ബിലീഫിന്റെ രീതിയിൽ ഷൂട്ട് ചെയ്ത് വന്നു. പിന്നെ ഈ ഞങ്ങൾക്ക് സിനിമ ക്രീഡ് എന്ന് പറയുന്ന പേര് കിട്ടുന്നത് നല്ല രസമായിരുന്നു. കാരണം പകർപ്പിന്റെയും പ്രൊപ്പറേറ്റർ മഹേന്ദ്രന്റെയും എഡിറ്റർ ഞങ്ങളുടെ ഫ്രണ്ടാ വിഘ്നേഷ് എന്ന് പറഞ്ഞ ആളിപ്പോഴും ഇല്ല, കുവൈറ്റില്ല. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഗ്യാങ്ങിന്റെ പേരെന്ന് അവൻ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു സിനിമ ക്രീന്ന് ഇട്ടിരിക്കുന്ന പേര് മാറ്റണം. നല്ല പേരാണല്ലോ, എന്തിനാ മാറ്റുന്നത്? അവൻ കേട്ടത് സിനിമ ക്രീഡ് എന്നായിരുന്നു. അങ്ങനെയാ നമ്മൾ ആ പേരിലേക്ക് വന്നത്. അവനും അതെ, തുടക്കം പോലെ ഇപ്പൊ ഈവൻ വെഡിങ്ങിന് പോകുമ്പോഴും നമ്മുടെ വർക്കുകളെല്ലാം ചെയ്യുന്നത് അവനാ. പിന്നെ പകർപ്പ് തന്നെയാണോ വെഡിങ് ചെയ്യുന്നത്? നമുക്ക് 2 ഇതുണ്ട്. നമുക്ക് സെലിബ്രേഷൻസ് ആണ് വെഡിങ്ങിന്റെ, എന്റർടൈൻമെന്റ്സ് ഇതുപോലെ റീൽസ്, ഷോർട്ട് ഫിലിംസ് കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ സിനിമ ക്രീ എന്നുള്ള സംഭവം എങ്ങനെയാ വന്നത്? അത് ഈ പേരിടുന്ന ചടങ്ങ് എപ്പോഴും ഒരു സംഭവമാണല്ലോ. അപ്പൊ കുറെ നാള് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ അവസാനം ബോധമില്ലാതെ ഓരോ വാക്കുകളൊക്കെ തന്നെ പറയാൻ തുടങ്ങി. അപ്പൊ ഞാൻ എന്തോ ഒരു മണ്ടത്തിന്റെ കയറി പറഞ്ഞതാ, അതെല്ലാവർക്കും ഓക്കെ ക്ലിക്കായി. മിസ് ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, ടീച്ചറിന്റെ മക്കളെ വെച്ച് ആദ്യത്തെ ഷോർട്ട് ഫിലിം ചെയ്തു. നല്ല രസമുണ്ട് എന്ന് പറഞ്ഞു. എന്നാ കിടക്കട്ടെ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഇട്ടതാണ്. പിന്നെ ആൾക്കാരോട് പറയുന്നൊരു ബുദ്ധിമുട്ടായി തുടങ്ങി. എങ്ങനെ നിങ്ങളുടെ ടീമിന്റെ പരിചയപ്പെടാനൊക്കെ വരും, ഞങ്ങളിങ്ങനെ ഇങ്ങനെ പറയും എന്താ പിന്നെ ഞങ്ങൾ സിനിമാ. പിന്നെ ഞാൻ പറഞ്ഞ പേര് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് മാറ്റം എന്ന് പറഞ്ഞു. പിന്നെ ആക്സിഡന്റിൽ ഇപ്പം പറഞ്ഞ പോലെ സംഭവിച്ചതാണ്. വിഘ്നേഷാണ് അതിന് കാരണമായത്. പകർപ്പിന്റെ ആണെങ്കിലും പകർപ്പ് ഇതിനു മുമ്പ് ചെയ്തേക്കണേ കേട്ടോ. അപ്പോൾ അതിൻ്റെ ആണെങ്കിലും മഹേന്ദ്രൻ്റെ ആണെങ്കിലും എഡിറ്റർ വിഘ്നേഷ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കൂട്ടുകാരനാണ്. പിന്നെ മ്യൂസിക് ചെയ്തേക്കുന്നത് ആൽബിൻ എന്ന് പറഞ്ഞിട്ട് പകർപ്പിലും പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഇപ്പോൾ അവിടെ വരാൻ പറ്റിയിട്ടുള്ള നമ്മൾ മാത്രമേ ഉള്ളൂ. എന്നാലും അവരെക്കുറിച്ച് അതെ അതെ പറഞ്ഞിട്ടുള്ള ഈ വെബ് സീരീസ് മാത്രമാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇതെന്ന് പറയുന്നത്, ഡ്രീം എന്ന് പറയുന്നത് സിനിമ, അങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങള്? അദ്വൈതന് അങ്ങനെ ഒരു ഡ്രീം ഉണ്ടെന്ന് തോന്നുന്നല്ലേ? അല്ല, ഇതെല്ലാം ആക്സിഡന്റലി സംഭവിക്കുന്നതാണ്. ഇപ്പൊ SH വെച്ചിട്ടാണ് ഞാൻ ഫോട്ടോഗ്രാഫർ ആയിട്ടാണ് തുടങ്ങിയത്. ഫോട്ടോഗ്രാഫിയാണ് പാഷൻ. SH വെച്ചിട്ടാണ് അവിടെ എത്തിയപ്പോൾ അറിഞ്ഞത് ഇങ്ങനെ എല്ലാവരും ഓരോ പടം ചെയ്യണം എന്നുള്ള കാര്യം. അന്നും എനിക്ക് ടെൻഷനായി. ഇവര് പറഞ്ഞു പടം ചെയ്യണം, പാരന്റ്സ് കാണാൻ വരും. എനിക്ക് ഡയറക്ഷനെ പറ്റിയൊന്നും അറിയത്തില്ല. അതെങ്ങനെ പിന്നെ അതെങ്ങനെ ഊരാന്നുള്ളതായി. പനിയാന്ന് പറഞ്ഞാലോ വീട്ടുകാരെ കൊണ്ടുവരാണ്ടിരുന്നാലോ അങ്ങനത്തെ ചിന്തയൊക്കെ ആയിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങളൊരു ദിവസം ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയപ്പോഴേ ഇത് അറിയുന്നത്. പിന്നെ ഇനീഷ്യലി എന്താണ് ഇതുപോലത്തെ ഒരു ഔഗൻ ഒരു ചെറിയൊരു സ്റ്റോറി അവൻ എഴുതിത്തരികയും പിന്നെ ഞാൻ അതുൽ ഒരു ദിവസം അത് റീവർക്ക് ചെയ്ത് കൊണ്ടുവന്നില്ല, ഇങ്ങനെ ഒരു പൊട്ടൻഷ്യലുണ്ട്. അപ്പൊ അതിന്റെ അവസാനം ഒരു ശവം കുഴിച്ച് മൂടുന്ന സീനൊക്കെ ഉണ്ട്. അപ്പൊ എനിക്കും ത്രില്ലായി, ഇതെങ്ങനെ ചെയ്യാൻ പറ്റും, പെട്ടിക്കകത്ത് ജീവനോട് ഇടുന്നു. അപ്പൊ ഈ വക സാധനങ്ങളൊക്കെ ഇട്ട് അവസാനം ഞാൻ അതിന്റെ സംഭവം ഏറ്റെടുത്തു പയ്യ. പിന്നെ എന്താ പറയാ, കംപ്ലീറ്റ് ഫിലിമായി. അപ്പോഴും ഷോർട്ട് ഫിലിമിന്റെ അപ്പുറത്തേക്ക് ഫിലിമിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോന്ന് വെച്ചാൽ ഇപ്പൊ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് കുറച്ചുകൂടി ഒരു മീഡിയ ഹൗസ് പോലെ സെറ്റ് ചെയ്തെടുക്കണം എന്നാണ് ആഗ്രഹം. ലൈക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ വർക്ക് ചെയ്ത് അതിൽ നിന്ന് നേരെ സിനിമ. ഇപ്പോൾ സ്ക്രിപ്റ്റൊക്കെ ഇപ്പൊ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത്ര നാളിൽ എന്താ പറയാ, മീഡിയ ഹൗസ് തന്നെയാണ് ഒരു നല്ല രീതിയിൽ എന്താ പറയാ, ഒരു നാളെ ആരൊരു മീഡിയ വർക്കായിട്ട് കൊണ്ടുവന്നാൽ അത് ഗംഭീരമായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു ടീം. അതാണ് അന്നും വലിയൊരു ആഗ്രഹം. അപ്പൊ എല്ലാവരും രസമായി എന്ന് വെച്ചാൽ നമ്മുടെ ഇത്രയും പേര് ഒരു എന്താ പറയുക, ഇതിൽ പഠിച്ചേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അതുലും ശ്രീരാജുമാണ് പഠിച്ചേക്കുന്നത്. പക്ഷെ എല്ലാവരും എന്താ പറയുക, അതിനുവേണ്ടി ഒരുമിച്ച് നിൽക്കുന്ന സംഭവം എന്നൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഇവന്റ് ആണ്. ഞാൻ ആ സ്പേസ് വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സോ അങ്ങനെ ടീം വളർത്തിയെടുക്കണം എന്നാണ്. ഗ്രാജുവലി സിനിമയിലോട്ട് വരണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് എന്റെ സംഭവം. ഈ പ്രൊപ്പറേറ്റർ മഹേന്ദ്രനിലെ വേറെയും കുറച്ച് ആളുകൾ കൂടി ഉണ്ടല്ലോ, ഈ അച്ഛനായിട്ടൊക്കെ. അദ്വൈതന്റെ അച്ഛൻ? അതെ. എന്റെ അച്ഛനാണ് ജോഷി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തേക്കണേ. ഇവളുടെ അച്ഛനായിട്ട് അഭിനയിച്ചേക്കുന്നത്. എല്ലാം മിക്ക ആൾക്കാരും
അവിടെയുള്ളവരൊക്കെ തന്നെയാണ്. ഇപ്പോൾ അച്ഛനാണ് ആദ്യം കാസ്റ്റ് ചെയ്യപ്പെട്ടത്. പിന്നെ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ കഥ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ആദ്യം ഇവളുടെ റോൾ ചെയ്യേണ്ടത് അവനായിരുന്നു. അങ്ങനെ പിന്നെ ഒത്തിരി മാറ്റമൊക്കെ വന്നു. പിന്നെ നമ്മളോട് ചോദിക്കും, പിന്നെ ഇത് രാജേട്ടൻ എന്നൊക്കെ പറ, അച്ഛൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. രാജേട്ടൻ ഒരു വർഷം മുമ്പൊക്കെ എന്നെ വഴി വെച്ച് കാണുമ്പോൾ പിടിച്ചു നിർത്തി, പക്ഷേ ഒരു റോള് തന്നെ എന്നൊക്കെ പറഞ്ഞു. നമ്മളിങ്ങനെ നമ്മുടെ അവസ്ഥ നമുക്കറിയത്തുള്ളൂ, പടം എപ്പോഴാണ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അപ്പൊ രാജേട്ടനെ കാണുമ്പോൾ ഞാൻ പോയി ഒളിച്ചു നടക്കാൻ തുടങ്ങി. കാരണം കാണുമ്പോൾ 2 പ്രാവശ്യം പറഞ്ഞു. അപ്പൊ നമ്മുടെ മനസ്സിലുണ്ട് ഈ സാധനം ചെയ്യാൻ ഒരു പടം. പക്ഷെ എന്താ പറയാ, കഴിഞ്ഞ പടം ചെയ്തത് 3 years ഒക്കെ ആയി. അപ്പോൾ അങ്ങനെ എല്ലാവരെയും നമ്മളിങ്ങനെ 2 പേരെ ഓഡീഷൻ ചെയ്തെടുത്താണ്. അമ്മുമ്മേനെ നമ്മളൊരു വയോമിത്രം എന്ന് പറഞ്ഞൊരു മേക്കർ വയോമിത്രം എന്ന് പറഞ്ഞ പുതിയ ഒരു കൂട്ടായ്മയുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ഒരു കാസ്റ്റിംഗ് കോൾ പോലെ വിട്ടു. ഞങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഈ അമ്മമ്മയുടെ റോള് കാസ്റ്റ് ചെയ്യാനായിരുന്നു. അപ്പം ആക്ച്വലി ഇങ്ങനെ എന്താ പറയാ, വയോമിത്രത്തിൽ ചെന്ന് അവിടെ നിന്ന് കിട്ടിയ റിസപ്ഷൻ ഭയങ്കരമായിരുന്നു. നമ്മളവിടെ കയറി ചെല്ലുമ്പോൾ എല്ലാവരും നമ്മളെ വിളിച്ച് സ്റ്റേജിലൊക്കെ ഇരുത്തി. അപ്പൊ ഞാന് നമുക്ക് ആള് മാറി വല്ലതും പോയതാണോ, ഇല്ല ഞങ്ങൾ വിട്ടിരുന്നോളാന്ന് അറിയില്ല, കയറി ഇരുത്തി. ഇപ്പൊ ഞങ്ങള് ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞു. അവിടെ ഓരോരുത്തരെയും നമ്മള് ഓഡീഷനൊക്കെ ചെയ്ത് നോക്കി. അങ്ങനെ അവിടെ നിന്നാണ് സരസ്വതി അമ്മേനെ നമുക്ക് കിട്ടിയത്. പിന്നെ ഉള്ളൊരു ഇതെന്ന് വെച്ചാൽ അമ്മയുടെ റോള് കാസ്റ്റിങ്ങിനായിരുന്നു. അമ്മയുടെ റോൾ ആക്ച്വലി ഇപ്പൊ രേഖാചിത്രം ഒരു ചേച്ചിയുടെ സീൻ കട്ട് ചെയ്ത് കളഞ്ഞു, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ ചേച്ചിനെയൊക്കെ ഞങ്ങൾക്ക് ഓഡീഷൻ ചെയ്യാൻ ഇരുന്നായിരുന്നു. പിന്നെ അതിനു മുമ്പാണ് ആ ചേച്ചി പൂത്തോട്ടക്കാരിയാ. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ആക്ച്വലി പുള്ളിക്കാരി നല്ലൊരു ആർട്ടിസ്റ്റാന്നാ പറഞ്ഞത്. പക്ഷെ അതിനു മുമ്പ് ഞങ്ങൾ ആദ്യം എന്താ പറയാ, പണിയാണെന്നുള്ള അറിയായിരുന്നു. കാരണം പടം വലിയ പടമായിരുന്നു. ഞങ്ങള് 3-4 പേര് വെച്ചിട്ടാണ് ഈ സാധനം ചെയ്യുന്നത്. അപ്പം മെനക്കെടുത്തേണ്ടി വരും. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ, വീടിനടുത്തുള്ള ആൾക്കാരെ തന്നെ വെച്ച് ചെയ്യാം എന്നൊക്കെ ഒരു സംഭവമാണ് ചെയ്തത്. അപ്പൊ ഒരു നെയ്ബറാണ് അമ്മയുടെ റോൾ ചെയ്തിരിക്കുന്നത്. പിന്നെ അച്ഛൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, ബിനോയ് ചേട്ടൻ, ബോസ് ചേട്ടൻ, അങ്ങനെ എല്ലാവരും അവിടെയുള്ളവരൊക്കെ തന്നെ. അജയുടെ ഫ്രണ്ട്സ് ആയിട്ടാണ് ഒരു ജോൺ ചേട്ടനുണ്ട്, അഭിനന്ദ് ഉണ്ട്, പിന്നെന്താണ് യേശുദാസ് ഉണ്ട്. അങ്ങനെ 3 പേരുണ്ട്. ഒരു കാസ്റ്റ്, എനിക്കൊരു ക്രൂവിനെക്കാളും കൂടുതൽ കാസ്റ്റ് ആയിരുന്നു. ക്രൂ 4 പേരും 5 പേരും, കാസ്റ്റ് ഈ പറയുന്ന പോലെ 10-14 പേരുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും അടുത്തുള്ള ആൾക്കാരൊക്കെ തന്നെയായിരുന്നു. ചൈനൂവിന്റെ അടുത്ത ഒരു സിസ്റ്ററിന്റെ കുട്ടിയാണ്. അപ്പൊ അങ്ങനെ ഒത്തിരി കാസ്റ്റ് ഉണ്ട് ചെയ്തേക്കുന്നതിൽ. എങ്ങനെയാണെങ്കിലും ഒരു വെബ് സീരീസ് ആണെങ്കിലും ഇതിനൊരു ഫണ്ട് വേണം. അപ്പൊ അതെങ്ങനെ സെറ്റ് ചെയ്തു? ഫണ്ട് ആക്ച്വലി ഇപ്പൊ ഷൂട്ടിംഗ് സമയത്ത് ഞങ്ങൾ കയ്യിലുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ തന്നെ എടുത്താണ് ചെയ്തേക്കുന്നത്. പിന്നെ അന്നത്തേക്കുള്ള ഫുഡ് കാര്യങ്ങൾ ആ ഫണ്ടാണ് ഇതേക്കണം. അത് ഫുഡിന്റെ കാര്യത്തിൽ നമുക്ക് കോംപ്രമൈസ് ഇല്ലല്ലോ. എന്തായാലും ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞ് വൈകുന്നേരം കിടന്ന് ഉറങ്ങി ചായയുടെ സമയം രാവിലെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും ഫുഡ് കഴിച്ചിട്ട് ജസ്റ്റ് ഒരു പവർനാപ്പ് എടുക്കും. പവർനാപ്പ് എന്തായാലും നിർബന്ധ. പവർനാപ്പ് കഴിഞ്ഞ് കഴിയാൻ നേരത്ത് നേരെ ഫ്രണ്ടിൽ ചായ ഉണ്ടാവും, ചായയും പഴംപൊരി. അതാണ് നമുക്ക് ആകെയുള്ളൊരു സന്തോഷം. ഇവന്റെ വീട്ടിലായിരുന്നു മെജോറിറ്റി ഷൂട്ട്. അപ്പൊ അമ്മ ഒത്തിരി പണിയെടുത്തിട്ടുണ്ട്. അമ്മ ഇതിനകത്ത് ഒരു ഫസ്റ്റ് തന്നെ താങ്ക്സ് വെച്ചേക്കുന്നതിൽ ഇവിടെ ഔഗം പറഞ്ഞു സ്പെഷ്യൽ താങ്ക്സ് കൊടുക്കണം. കാരണം അമ്മ ഇതിനകത്ത് ശരിക്കും പണിയെടുത്തിട്ടുണ്ട്. കാരണം ആ വീട്ടില് എന്താ പറയാ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ പാടാണ് ഈ കടയും വീടും മാനേജ് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര പാടാണ്. പിന്നെ അത് ഒരുപാട് ഫുഡ് സീക്വൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ അമ്മ ഉണ്ടാക്കിയ ആ കൈ ഒക്കെ ആക്ച്വലി അമ്മയുടെ കൈയാണ്. അതിനു വേണ്ടി വിളിക്കാൻ പറ്റില്ല, അമ്മേനെ വിളിക്കാൻ പറ്റുന്ന എന്റെ അമ്മയുടെ കൈയാണ് അഭിനയിച്ചേക്കുന്നത്. അപ്പൊ അങ്ങനെ ഇത്രയും പേരെല്ലാം മീച്ചതും നിന്നതും ഒക്കെ സഹിച്ചതും ഒക്കെ അമ്മയാണ്. ചില ദിവസങ്ങളിൽ ഷൂട്ട് നടന്നില്ലെങ്കിലും ഫുഡ് ഉണ്ടാവും. എല്ലാവർക്കും ചായയും പഴംപൊരിയും അത് മേടിക്കും. അച്ഛനും പറഞ്ഞു മേടിക്കും, കടി വേണ്ടേ, എല്ലാവർക്കും കടി കിട്ടണം മേടിക്കും. അപ്പൊ ഫുഡ് എപ്പോഴും വൈകുന്നേരം ഉണ്ടാവും. അതെ, വൈകുന്നേരം ഇപ്പൊ നമ്മള് ഇപ്പൊ ആ ദിവസത്തെ ഷൂട്ടിന് എന്തൊക്കെ ചില ദിവസം നീണ്ടുപോകും. ഈ ഷൂട്ട് എന്തായാലും ആള് ആവശ്യമാണ് നമുക്ക്. അത് ഞാൻ ആക്ച്വലി എന്താ പറയാ, ഇത്രയും പേരെ കൊണ്ട് നമുക്ക് ചെയ്യടാ എന്നൊക്കെ ഉള്ള സാധനമായിരുന്നു. പക്ഷെ നീങ്ങൂല. എസ്പെഷ്യലി നമ്മൾ ഇത്രയും പുതിയ ആക്ടേഴ്സിന് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സംശയങ്ങളുണ്ടാവും. അവരെല്ലാവരും മിക്ക ആൾക്കാരും പുതിയതായിട്ട് ചെയ്യുന്ന. അപ്പം എന്താണ്, ഇപ്പം നമ്മള് പരിപാടി അവർ ചെയ്ത് വരുമ്പം ആരുടെയും പ്രശ്നമല്ല. പക്ഷെ നമ്മൾ ഒരു ദിവസം ഷെഡ്യൂൾ വെച്ചേക്കണം, പിറ്റേ ദിവസത്തേക്ക് നീങ്ങും. അപ്പൊ ആ ദിവസം എന്താണ് നമുക്ക് തെറ്റ് പറ്റിപ്പോയത് എന്നുള്ളൊരു റൗണ്ട് ടേബിൾ നമ്മൾ വൈകുന്നേരം അനാലിസിസ് നടത്തും. അതിന് അമ്മയും വന്നിട്ട് അമ്മയും നമുക്ക് മോട്ടിവേഷനൊക്കെ തരും. നാളെ നിങ്ങൾ പിടിക്കും, അതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ളൊരു ഇതാണ്. അപ്പൊ ഭയങ്കര സപ്പോർട്ടാണ്. എത്ര നാളെടുത്തു ഇത് ആക്ച്വലി ഷൂട്ട് പറയുവാണെങ്കിൽ ഒരു 40 ദിവസത്തിന് മുകളിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് അക്രോസ് ലൈക്ക് ഞങ്ങൾക്ക് ഇപ്പൊ പലരും വർക്കിംഗ് ആണ്, പലരുടെ അവൈലബിലിറ്റി പ്രശ്നമുണ്ട്. ഇപ്പൊ വീക്കെൻഡ്സിൽ ഒക്കെ ആയിരിക്കും. വീക്കെൻഡ്സും ഉണ്ട്. ഇപ്പൊ 2 ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ഇത് നമ്മളവിടെ കാണുമ്പോ എന്താ പറയാ, പെട്ടെന്ന് തീർന്നു. പക്ഷെ അത് 2-3 ദിവസത്തെ റിഹേഴ്സലിനാണ്. ഒറ്റ ടേക്ക് ആദ്യം എടുത്തിരിക്കുന്നത്. 2-3 ദിവസത്തെ റിഹേഴ്സലുണ്ട്. അപ്പൊ റിഹേഴ്സലും കാര്യങ്ങളും കൂട്ടാതെ തന്നെ
ഈ വിഷ്വൽസ് എല്ലാം എടുത്തിട്ട് കുറെ റാൻഡം കുറെ വിഷ്വൽസ് ഉണ്ടല്ലോ മുണ്ടാഷ് ടൈപ്പ് ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ എങ്ങനെയാണോ ഒരു ഡേ കൊണ്ട് എടുത്താണോ അല്ലല്ല അത് സിനിമാറ്റോഗ്രാഫറിനെ കൈമാറിയാണ്. ഇല്ല, അത് പല ദിവസങ്ങളായിട്ട് തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യും. പിന്നെ ഷൂട്ട് ചെയ്യുന്നതിന് ഇടയ്ക്ക് നമ്മൾ നല്ല വിഷ്വല് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, അപ്പോൾ ഉടനെ പോയി എടുക്കും. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്യും. ഈ ഫില്ലേഴ്സ് നമ്മുടെ പടത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന എല്ലാവർക്കും തോന്നുന്നത്. അപ്പോൾ മെയിൻലി ഇത് നേച്ചർ, എന്താ പറയുക, പിറോ എന്ന് പറയുന്ന സ്ഥലം അത്ര ഭംഗിയുള്ളൊരു സ്ഥലമാണല്ലോ. അപ്പോൾ അവിടെ എന്ത് നമ്മൾ കാണുകയാണെങ്കിലും അതിൻ്റെ ഒരു ഭംഗിയുണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പം മഴക്കാലമാണല്ലോ. ഇപ്പം ശരിക്കും ഓർമ്മ വരുന്നത് ഞങ്ങളുടെ ഷൂട്ട് സമയമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഏകദേശം ഈ ഒരു ടൈമിലേക്കായിരുന്നു ഷൂട്ട് ചെയ്തത്. അപ്പോൾ മൊത്തത്തിൽ നേച്ചറായി ഓറിയന്റഡ് ആയിട്ടുള്ള പടം ആയതുകൊണ്ടും അങ്ങനത്തെ ഒരു സ്റ്റോറി ആയതുകൊണ്ടും വിഷ്വൽ എല്ലാം നമ്മൾ ഉടനെ കാണുന്ന സാധനങ്ങൾ ഷൂട്ട് ചെയ്ത് വെക്കുക ചെയ്യാറ്. പിന്നെ ഒലിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പൊ അത് റീൽസിലൊക്കെ ഭയങ്കര അതെ അതെ, ആ സ്ഥലത്തിന്റെ തന്നെ എന്താ പറയാ, മഴയുള്ള ഒരു സമയം നമ്മൾ കാണിച്ചിട്ടുണ്ട്. മഴയില്ലാത്ത മഴയുടെ സമയം എന്ന് വെച്ചാൽ ഇവൻ വെള്ളത്തിൽ കിടക്കുന്ന സീൻ, ഇത്രയും വെള്ളത്തിൽ അത് റോഡാണ് ആക്ച്വലി. ആ റോഡിൽ തന്നെ ഞങ്ങള് കാറ് പാർക്ക് സംസാരിക്കുന്ന 2 വിഷ്വലും ആക്ച്വലി ഫിലിമിലുണ്ട്. അപ്പൊ അത്രയും ഡ്യൂറേഷൻ ഉണ്ടായി. എന്ന് വെച്ചാൽ ഞങ്ങളവിടെ ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നു. പിന്നെ മഴ വന്നു, മഞ്ഞ് വന്നു, വെയിലും എല്ലാം വന്നു. ഒരുപാട് കുറച്ച് നീണ്ടു പോയിട്ടുണ്ട് ചെറുതായിട്ട്. പക്ഷെ അത് ആ പടത്തിൽ ഉണ്ട്.